തൃശൂർ ജില്ലയിലേക്ക് ഇപ്പോൾ ഉറ്റുനോക്കുകയാണ് കോൺഗ്രസ്. 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യുവത്വത്തിൻ്റെ ഒരു വനിതാ രത്നത്തെ രംഗത്തിറക്കിക്കൊണ്ടായിരിക്കും കോൺഗ്രസ് തങ്ങളുടെ ശക്തി വിളിച്ചറിയിച്ചുകൊണ്ട് ഇരിഞ്ഞാലക്കുട തിരിച്ചു പിടിക്കുക എന്നതാണ് വിലയിരുത്തൽ. ആൻ സെബാസ്റ്റ്യൻ്റെ പേര് മുൻനിർത്തി ചർച്ചകൾ പുരോഗമിക്കുന്നുവെങ്കിലും ആൻ സെബാസ്റ്റ്യനെ മറ്റു പല മണ്ഡലങ്ങളിലേക്കും പരിഗണിക്കാൻ സാധ്യതയും കാണുന്നുണ്ട്. എവിടെ നിർത്തിയാലും ഈ വനിതാ യുവരത്നം വിജയക്കുതിപ്പിൽ തന്നെയായിരിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അങ്കമാലി സ്വദേശിനിയായ KSUവിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷയായ ആൻ സെബാസ്റ്റ്യനെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ കോൺഗ്രസ് ഇറക്കുന്നുവെങ്കിൽ അതിന് പിന്നിൽ അവരെ നിർത്തുന്ന ആ സീറ്റ് പുഷ്പം പോലെ തങ്ങളുടെ കൈവെള്ളയിൽ കൊണ്ടെത്തിക്കാൻ ആൻ സെബാസ്റ്റ്യന് കഴിയുമെന്ന് UDFന് നന്നായി അറിയാം. MG സർവകലാശാല ചെയർപേഴ്സൺ എന്ന നിലയിലും കേരളത്തിലെ ക്യാമ്പസുകളിൽ തിളക്കുന്ന കോൺഗ്രസ് വനിതാ രത്നം എന്ന നിലയിലും ഉയർന്നു വന്ന ആൻ സെബാസ്റ്റ്യൻ കോൺഗ്രസിൻ്റെ യുവ വനിതാ നേതാവാണ്. ബിരുദാനന്തര ബിരുദത്തിനു ശേഷം PhD റിസർച്ചിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ യുവതി മത്സര രംഗത്തിറങ്ങിയാൽ എതിരാളികൾ ഏത് കൊലകൊമ്പനാണെങ്കിലും നിലനിൽപ്പില്ലാതെ നിലം പതിക്കുമെന്നത് ഉറപ്പാണ്. തൃശ്ശൂരിൽ 2024 നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു വലിയ പരാജയം തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. BJP സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി വരികയും ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള തൃശ്ശൂരിൽ ക്രിസ്തീയ പ്രീണനം മുൻനിർത്തി സുരേഷ് ഗോപി മത്സര രംഗത്തിറങ്ങിയതോടെ CPM 2ാം സ്ഥാനത്തും UDF 3ാം സ്ഥാനത്തേക്കും പോയിരുന്നു. ഇത് പക്ഷേ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലോ 2026 നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലോ സംഭവിച്ചത് ആവർത്തിക്കാതിരിക്കാൻ കോൺഗ്രസ് കരുക്കൾ നീക്കിക്കഴിഞ്ഞു. ക്രൈസ്തവ വോട്ടുകളാണ് ഇവിടെ വിജയ ഫോർമുല എന്നിരിക്കെ ആ കൊഴിഞ്ഞുപോക്കിൻ്റെ പഴുതുകൾ അടയ്ക്കുകയും കൊഴിഞ്ഞു പോയവരെ തിരികെ കൊണ്ടുവരികയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രവർത്തനങ്ങൾ കോൺഗ്രസ് ആസൂത്രണം ചെയ്യുന്നത്. ഇവിടെയാണ് ആൻ സെബാസ്റ്റ്യൻ്റെ വരവിന് പ്രസക്തിയേറുന്നത്. നിർണായകമായ ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യം വയ്ക്കുകയാണ് കോൺഗ്രസ് ഇവിടെ. ക്രൈസ്തവ യുവസംഘടനയായ ജീസസ് യൂത്തിൻ്റെ സജീവ പ്രവർത്തക ആയതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിഭാഗത്തിൽ ആഴത്തിലുള്ള ആനിൻ്റെ വേരുകൾ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നത്. ആൻ സെബാസ്റ്റ്യനിൽ ഈ ഘടകങ്ങൾ എല്ലാം കൂടി ചേരുന്നത് കൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട സീറ്റിൽ ഏറെ പ്രതീക്ഷ പുലർത്തി കോൺഗ്രസ് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഇരിങ്ങാലക്കുട MLA ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവാണ്. 1977-ലും 1980-ലും മാത്രമാണ് കോൺഗ്രസിന് ഈ മണ്ഡലത്തിൽ വിജയിക്കുവാൻ കഴിഞ്ഞത്. എന്നാൽ 1982 മുതൽ 2001 വരെ തുടർച്ചയായ 19 കൊല്ലക്കാലം CPM ഈ മണ്ഡലം നിലനിർത്തിയത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ജനകീയനായ ലോനപ്പൻ നമ്പാടനെ മുൻനിർത്തിയായിരുന്നു. 2001-ൽ ലോനപ്പൻ നമ്പാടൻ മത്സര രംഗത്ത് നിന്ന് പിന്മാറിയതോടെ തുടർച്ചയായി 3 വട്ടം കേരള കോൺഗ്രസ് നേതാവ് തോമസ് ഉണ്ണിയാടനിലൂടെ 2001-ലും 2006-ലും 2011-ലും UDF ഇരിങ്ങാലക്കുട മണ്ഡലം നിലനിർത്തി പോരുകയായിരുന്നു. പിന്നീട് 2016-ലും 2021-ലും ഈ മണ്ഡലം UDFന് നഷ്ടപ്പെടുകയായിരുന്നു. കോൺഗ്രസിൻ്റെ പുതിയ തലമുറ മാറ്റവും പുനഃസംഘടനാ വർഷവുമൊക്കെയായി പുതിയ കാലത്തിൻ്റെ പോർമുഖത്ത് യുവനിരയുടെ യുദ്ധകാഹളത്തിന് പുതിയ ഊർജം വന്നിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതിൻ്റെ ഭാഗമായി KPCC അധ്യക്ഷ മാറ്റവും യുവ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ വരവും UDF കൺവീനർ അധികാരമാറ്റവുമൊക്കെയായി കോൺഗ്രസിൻ്റെ പുതിയ ചുവടുവെപ്പ് നവീന കാലത്തിൻ്റെ ചടുല മാറ്റം എന്ന് വേണം കരുതാൻ. മുൻ തലമുറ പുറകിൽ നിന്ന് ചരട് വലിക്കുകയും യുവതലമുറ മുന്നിൽ നിന്ന് തേര് തെളിക്കുകയും ചെയ്യുമ്പോൾ കേരള രാഷ്ട്രീയ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ ധർമ്മം പാലിച്ചൊരു വിജയം നേടാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. അതിന് യുവത്വത്തിൻ്റെ ഈ പെൺകരുത്ത് മുന്നിൽ തന്നെയുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.